ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. രാധേശ്യാം ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സും ബന്ധങ്ങളും നാമജപവും എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാനാണ്. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മളെപ്പറ്റി മറ്റുള്ളവർ നല്ലത് വിചാരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവരെപ്പറ്റി നല്ലത് ചിന്തിക്കണം. മറ്റുള്ളവർ നമ്മളോട് നല്ലത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് നല്ലത് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ നിരന്തരം ജഡ്ജ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളെ അവരും ജഡ്ജ് ചെയ്യും. ഇങ്ങനെ സ്ഥിരം എല്ലാവരെയും ജഡ്ജ് ചെയ്താൽ പരസ്പരമുള്ള സ്നേഹം അങ്ങ് പോകും. നമ്മൾക്ക് മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്ത, അനുഭവം, പ്രവൃത്തി എന്നിവ പോസിറ്റീവാണെങ്കിൽ നമ്മളിലേക്ക് അത് പോസിറ്റീവായും നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസായും നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ബന്ധങ്ങളിൽ ഒരു അതിര് വയ്ക്കുന്നത് നല്ലതാണ്. അമിതമായ സ്നേഹം, വിശ്വാസം ഇതിനൊന്നും വിലയുണ്ടാവില്ല. നേരെ മറിച്ച് വേണ്ടുന്ന സ്ഥലത്ത് വേണ്ടുന്ന പോലെ പെരുമാറുക. പക്ഷേ ആരോടും മനസ്സിൽ പക, ദേഷ്യം എന്നിവ വെച്ച് നടക്കരുത്. അത് നമ്മളുടെ മനസ്സമാധാനം ഇല്ലാതാക്കും. മനസ്സിനോട് എപ്പോഴും പറയുക, എന്നോട് തെറ്റ് ചെയ്ത എല്ലാവരോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മനസ്സിൽ സന്തോഷവും സ്നേഹവും നിറച്ചാൽ നമുക്ക് നല്ല വൈബായിരിക്കും. നമ്മളെ കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് വൈബായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ ആവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിത്വം വാർത്തെടുക്കാൻ കഴിയണമെങ്കിൽ ഭഗവാന്റെ നാമജപം ശീലമാക്കൂ. നാമജപം നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ഒരു വൃത്തികേടായ മുറി നമ്മൾ എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിനെ ഭഗവാൻ ശുദ്ധീകരിക്കുന്നു. ഈ പറയുന്ന എൻ്റെ മനസ്സും ഭഗവാൻ ഇപ്പോൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ശുദ്ധീകരണത്തിൻ്റെ സുഖം അനുഭവിക്കുകയാണ് ഓരോ ദിവസവും. ചിലപ്പോൾ ഭഗവാൻ പരീക്ഷണങ്ങൾ തരും. പക്ഷേ നമ്മൾക്ക് വലിയ എന്തോ വരേണ്ടത് ചെറുതാക്കി തരും. പക്ഷേ ആ പരീക്ഷണത്തിൽ നിന്ന് പഠിച്ച പാഠം ഒരിക്കലും മറക്കരുത്. ഞാൻ ദിവസവും ഹരേകൃഷ്ണ മന്ത്രമാണ് ജപിക്കാറുള്ളത്. നിങ്ങളും ജപിക്കൂ. ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഭഗവാന്റെ പുണ്യനാമം ജപിക്കാൻ തോന്നി നിങ്ങളുടെ ജീവിതം സുന്ദരമായാൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും. ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ എന്ന് ഒരു പ്രാവശ്യം ജപിക്കുക. അതിനുശേഷം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മിനിമം ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കുക. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും, ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും, മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും ഒക്കെ മാറും. പക്ഷേ ഇത് ജപിച്ച് നാളെ തന്നെ എനിക്ക് ഫലം വേണമെന്ന് വിചാരിക്കരുത്. ക്ഷമ വേണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.